Hello children. ഇന്ന് നമുക്ക് സയൻസിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സാം പാറ്റേൺ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ 2 terms ആണ്. ഫസ്റ്റ് ടേം വന്ന് യു ഹാവ് എക്സാം ദാറ്റ് ഈസ് MCQ വിൽ ബി ഫോർ 40 മാർക്സ്, ഇൻറ്റർണൽ 10 മാർക്സ് ആൻഡ് ദെൻ ടോട്ടൽ 50 മാർക്സ്. അതേപോലെ സെക്കൻഡ് ടേം വിൽ ബി എക്സാം ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിസ്ക്രിപ്റ്റീവ് എക്സാം 40 മാർക്സ് ആൻഡ് ഇൻറ്റർണൽ 10 മാർക്സ്, ടോട്ടൽ 50 മാർക്സ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടേമിൽ വരാൻ പോകുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. You have these first 3 chapters of your science textbook, that is chemical reactions and equations, acids, bases and salts, metals and non-metals. Children, all these 3 are your chemistry chapters and the total validity for these 3 chapters is 16 marks. Okay, these 3 chapters ningalku 16 marks nanu. Then you have the chapter 6, that is life process, that is a biology chapter and that is for 10 marks. And you finally have physics chapters, that is light and the human eye, that is totally for 14 marks. ഇങ്ങനെയാണ് നിങ്ങളുടെ 40 മാർക്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഉള്ളത്. ഓക്കെ, ഇനി ഈ ചാപ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് റിഡക്ഷനും ഉണ്ട്, അതും ഒന്ന് നോക്കാം. ഓക്കെ, കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നോ ഡിലീഷൻ, സെക്കൻഡ് ചാപ്റ്ററിൽ നോ ഡിലീഷൻ. ഈ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലൊരു ചെറിയ പോർഷൻ ഡിലീറ്റഡ് ആണ്. പേജ് നമ്പർ 49 ദിസ് ഒക്കറൻസ് ഓഫ് മെറ്റൽസ്, ഈ ടോപ്പിക് ഓൺവേർഡ്സ് എവറിത്തിങ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, ഈ ടോപ്പിക് ഓൺവേർഡ്സ് ടിൽ ദ ലാസ്റ്റ് എവറിത്തിങ് ഈസ് ഡിലീറ്റഡ്. ആൻഡ് ദെൻ യുവർ ലെസൺ ദാറ്റ് ഈസ് ലൈഫ് പ്രോസസ്, അതിലൊരു ഡിലീഷൻ ഇല്ല, ഫുൾ ലെസൺ ഉണ്ട്. ലൈറ്റ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഫുൾ ലെസണും ഉണ്ട്. ഓക്കെ, ഇനി കാണുന്ന ഡിലീഷൻ വന്ന് ഈ ലെസണിലാണ്, ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ് പോർഷൻസ് ആണ് ഡിലീറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടിൽ ഇതുവരെയാണ് ഡിലീറ്റഡ് പോർഷൻ. ഓക്കെ, ഇതുവരെയാണ് ഡിലീറ്റഡ് പോർഷൻ നിങ്ങൾക്ക്. റിമൈനിങ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം, അത് മുതൽ ലാസ്റ്റ് വരെ പോർഷൻസ് ഉണ്ട്. ഓക്കെ, ടേം 2ൻ്റെ പോർഷൻസ് നോക്കാം. നിങ്ങൾക്ക് കെമിസ്ട്രി ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്, ഇതിലൊരു കാര്യമായിട്ടൊരു ഡിലീഷൻ ഉണ്ട്. കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ് ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ട്. You have deletions from page number 67, the topic nomenclature of carbon compounds. This onwards remaining all is deleted. പിന്നെ അടുത്ത വരുന്ന ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ്, അത് ഫുള്ളായിട്ടുണ്ട്, അതിൽ നോ ഡിലീഷൻ ആണ്. ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, അതും ഫുള്ളായിട്ടുണ്ട്, അതിൽ ഡിലീഷൻ ഇല്ല. ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ, ഇതിലൊരു ചെറിയ ഡിലീഷൻ ഉണ്ട്. പേജ് 147 ഈ ടോപ്പിക്കിലെ എവല്യൂഷൻ ഓൺവേർഡ്സ് എവറിത്തിങ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, ഫുൾ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ ഈസ് ഡിലീറ്റഡ്. അടുത്ത വരുന്ന കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഫുള്ള് പഠിക്കാനുണ്ട്, നോ ഡിലീഷൻ. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇതിലൊരു ഡിലീഷൻ ഉണ്ട്. ഈ ടോപ്പിക്കിലെ ഇലക്ട്രിക് ജനറേറ്റർ, ദാറ്റ് ഓൺവേർഡ്സ് എവറിത്തിങ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, പിന്നെ ഫൈനലി നിങ്ങൾക്കുള്ളത് ഈ അവർ എൻവയറമെൻറ്റ്, ആ ഫുൾ ചാപ്റ്ററും ഉണ്ട്. ഫസ്റ്റ് ടേമിൽ നിങ്ങൾ MCQക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടി? ബട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ thoroughly. ഓക്കെ, ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ശരി ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. സോ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ഫസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ചാപ്റ്റർ thoroughly, വാട്ട് ഈസ് ദെയർ ഇൻ ദ ചാപ്റ്റർ ആൻഡ് ഓൾ. ദെൻ വാട്ട് യു ഡു, ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റീഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ യു ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഈ പാൻഡമിക്കിൽ പെട്ട കുട്ടികൾ, ഓൺലൈൻ എഡ്യൂക്കേഷനിൽ പെട്ട കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കുകയാണെങ്കിൽ, ഫ്രം ദ CBSE പോയിന്റ് ഓഫ് വ്യൂ, ജസ്റ്റ് ഇമാജിൻ CBSE ഹാസ് ടു കൺസിഡർ ഓൾ ദ ചിൽഡ്രൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടാവും, നല്ല ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ടാവും, നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് സ്റ്റഡീസ് ഉണ്ടാവും. പക്ഷേ CBSE സ്കൂൾസിൽ വരുന്ന ഒരു ഭാഗം കുട്ടികൾ ഇങ്ങനെയും ഉണ്ടാവും, ഫോർ ഹോം ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇസ് റിയലി എ ബേർഡൻ. അവർ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഒരു കോച്ചിങ്ങിനോ ഒരാളും ഇല്ലാതെ ഭയങ്കര ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. So from the CBSE point of view, when they are going to set up a question paper, they are going to make it sure that textbook based ആയിരിക്കും, so that it is equally right for all the children. Those who are not getting good coaching and all, അവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അത് പഠിച്ചിട്ടില്ല എന്ന് പറയാൻ അവർക്ക് പറ്റരുത്. അപ്പോൾ ആ കോൺസെപ്റ്റ് നോക്കിയിട്ടാണ് CBSE ഇപ്പോൾ എന്താ ചെയ്യുക, ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, ടെക്സ്റ്റ് ബുക്കിന് നല്ല റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലെസൺ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുമ്പോൾ എന്താക്കണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാരഗ്രാഫ് നിങ്ങൾ റീഡ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ എന്താക്കണം, ആ പാരഗ്രാഫിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട്
വെക്കാം. എന്നൊരു ബുക്കിൽ അങ്ങനത്തെ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ചാപ്റ്റർ വൈസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് യു മേക്ക് യുവർ സെൽഫ് ആൻഡ് യു കീപ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അങ്ങനെ 1 മാർക്കിൽ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി ഇങ്ങനെ ശേഖരിച്ച് വെക്കുക ഓരോ ലെസൺ വൈസ്. പിന്നെ നിങ്ങൾ കാര്യമായിട്ട് നോക്കേണ്ടത് ഇങ്ങനത്തെ ഡയഗ്രാംസിനൊക്കെ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സയൻസ് ബയോളജി ആവട്ടെ എന്താവട്ടെ നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാൻ വരില്ലല്ലോ. ബട്ട് ദെൻ ഡയഗ്രാംസ് വിൽ ബി ഷോൺ വിത്ത് ലേബിൾസ് മിസ്സിങ് ആൻഡ് യു വിൽ ബി ആസ്ക്ഡ് ടു ചൂസ് ദ കറക്റ്റ് ലേബിൾ. അങ്ങനെ വരാം ഡയഗ്രാംസ്. ഓക്കെ, നിങ്ങൾക്ക് ഫിസിക്സിൽ ന്യൂമറിക്കൽസ് എങ്ങനെ വരാം, സം സോൾവ് ചെയ്യാൻ വരില്ല, ബട്ട് ദെൻ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി റഫിൽ സോൾവ് ചെയ്തിട്ട് ആ ആൻസറിന് കറക്റ്റ് ആൻസറിന് ടിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ കെമിസ്ട്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയാക്ഷൻസ്. അപ്പോൾ ഈ റിയാക്ഷൻസൊക്കെ നിങ്ങൾ ശരിക്കും ഇനിയിപ്പോൾ റിയാക്ഷൻസ് എഴുതാൻ വരില്ല, ബട്ട് ദെൻ MCQയിൽ എങ്ങനെ ചോദിക്കുക, ഒരു റിയാക്റ്റൻസ് തന്നിട്ട് ദ പ്രൊഡക്ട്സ് കുഡ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഫില്ലപ്പ് ചെയ്യാൻ. അപ്പോൾ 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ നിങ്ങൾ ആ റിയാക്ഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡോണ്ട് സ്കിപ്പ് ദ റിയാക്ഷൻസ്. എല്ലാ റിയാക്ഷൻസും നല്ലോണം ടെക്സ്റ്റ് ബുക്കിൽ തന്ന എല്ലാ റിയാക്ഷൻസും നല്ലോണം പഠിച്ചിട്ടിരിക്കണം. ദെൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന MCQs നല്ല തരമായിരിക്കണം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ബേസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ ഫുൾ ലേണിംഗ് പ്രോസസ്സ്. പിന്നെ ആ പഠിച്ച് ഇങ്ങനെ 1 മാർക്ക് പോസിബിലിറ്റി ഉള്ള ടോപ്പിക്സ് എഴുതി എടുത്തിട്ട് അതായിരിക്കണം നിങ്ങൾ ഫൈനൽ എക്സാം പോകുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു പോകാൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം കുറേ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ കുറേ MCQ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. അതൊന്ന് നിങ്ങൾ ബ്രഷപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ 40 ഔട്ട് ഓഫ് 40 കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ഓൾ ദ ബെസ്റ്റ്.